വൈറലാവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ സമൂഹത്തെ തമ്മാടിത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയില്ലേ? ചെറുപ്പക്കാർ പറ, ചിലപ്പോൾ ഈ വയസ്സന്മാർക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല, പെൺകുട്ടികളൊക്കെ പറയട്ടെ, വൈറലാവണം എന്നൊരു താല്പര്യം ഇന്ന് കുട്ടികൾക്കില്ലേ? ഹബ്ബുദ്ദുനിയ, ഫോളോവേഴ്സ് കൂടണം. 100 ഫോളോവേഴ്സിൽ നിന്ന് 1000-ലേക്ക്, 1000-ൽ നിന്ന് 10K-യിലേക്ക്, 10K-യിൽ നിന്ന് 100K-യിലേക്ക്, 100K-യിൽ നിന്ന് 1M-ലേക്ക്, മില്യണിലേക്ക് ചാടണം. ഇതാണ് എല്ലാവരും താല്പര്യം. അപ്പൊ റീച്ച് കൂടണമെങ്കിൽ നല്ല ഹിജാബും പർദ്ദയും കയ്യുറക്കെ ധരിച്ച് പോട്ടിട്ടാൽ ആരാ ലൈക്ക് അടിക്കുക? ആരും ലൈക്ക് അടിക്കില്ല. അപ്പൊ എന്താണ്? ഹിജാബ് ഊരണം, തലയിൽ നിന്ന് തട്ടൂരണം, ബോഡി സ്ട്രൈറ്റനിങ് ചെയ്യണം, സ്മൂത്തനിങ് ചെയ്യണം, എന്നിട്ട് പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഫേഷ്യൽ ചെയ്യണം. പിന്നെ താടി രോമങ്ങളൊക്കെ ഹോർമോണുകൾ വന്ന് ചില രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേസർ ചെയ്യണം. പിന്നെ പുട്ടിയിടണം, പുട്ടിയുടെ മുകളിൽ പിന്നെ ഫൗണ്ടേഷൻ വേണം, ഫൗണ്ടേഷന്റെ മുകളിൽ പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ലിപ്സ്റ്റിക് വേണം, അതിന് കൂടെ സൺസ്ക്രീൻ വേണം. പിന്നെ മുടി സ്ട്രൈറ്റ് ചെയ്താൽ മുടിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ചില സെറമുകളും കണ്ടീഷണറുകളും വേണം. അപ്പൊ മാസത്തിൽ 5000-ഉം 10,000 ഒക്കെ ചെലവഴിച്ച് ഇവര് ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പോ ചില ചെറുപ്പക്കാർ, ഇതൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ വന്നിട്ട് ഒരു ലൈക്ക് ഇടും, എന്നിട്ട് താഴെ വന്നിട്ട് അവസം എന്ന് പറഞ്ഞൊരു കമന്റ് ഇടും. ഫാന്റാസ്റ്റിക്, മാർവലസ്, അവസം, വെരി സെക്സി, വെരി ക്യൂട്ട് എന്നെല്ലാം പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ ഇവര് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ ഇത്രയല്ലേ ഇട്ടിട്ടുള്ളൂ, അടുത്തിൽ ഇതിനെക്കാളും ലൈക്ക് ഇടണം. അപ്പൊ ഒന്നും കൂടി ഡ്രസ്സ് മാറും. ഇപ്പൊ ഫുൾ കൈ ആണെങ്കിൽ അത് ഹാഫ് കൈ ആവും. പിന്നെ മൂന്നാമത്തേത് ഷാളൊക്കെ ശരീരമൊക്കെ മറച്ചിട്ടുണ്ടാവും, ഷാളുമെല്ലാം അങ്ങോട്ട് നീക്കും. പിന്നെ അതിങ്ങനെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെയും വൈറലാവും. അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഫോളോവേഴ്സ് 100-ൽ നിന്ന് 200-ആയി, 1000-ആയി, 2000-ആയി, 5000-ആയി, 10,000-ആയി, അങ്ങനെ ഇങ്ങനെ 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 നീളും. അപ്പോൾ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ നമ്മുടെ കൗമ് തയ്യാറാണ്. ഞാനിതൊന്നും വെറുതെ പറയുന്നില്ല. നമ്മുടെ സ്വന്തം മക്കൾ, മുസ്ലിം പെൺകുട്ടികൾ, വേറെ കുട്ടികളെ കുറിച്ചൊന്നും നമുക്ക് ആവലാതിയൊന്നുമില്ല. വേറെ ആളുകളെ കുറിച്ച് നമ്മൾക്ക് യാതൊരു വ്യാകുലതയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ കഥ ഞാൻ പറയുന്നത്, ക്യാമ്പസിൽ പോയി +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കവിൾത്തടങ്ങളിൽ കിസ് ചെയ്യാൻ. കിസ് ചെയ്താൽ മാത്രം പോരാ, കിസ് ചെയ്യുന്നത് അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പൊ മൊബൈലും കൊടുത്തിട്ട് വേറെ 2 കുട്ടികളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കിസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണം. എന്നിട്ട് നല്ല മനോഹരമായ വീഡിയോ എടുത്ത്, എന്നിട്ട് അതിന് കുറച്ച് BGM-ഉം കുറച്ചിങ്ങനെ ട്യൂണും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്, ഇല്ലുമിനാറ്റിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറിച്ച്. സ്വാഭാവികമായിട്ട് ആണും പെണ്ണും കിസ് ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരാളത് നോക്കും. അങ്ങനെ എങ്ങനെ എങ്ങനെ വൈറലായി, ഷെയർ ചെയ്ത് ഈ പെണ്ണിനെന്തായി? ഒരു വ്യഭിചാരം പരസ്യമാക്കിയതിന്റെ പേരിൽ കുറെ ഫോളോവേഴ്സ് കൂടി. ഈ പോസ്റ്റ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലെ സാഹചര്യം ദീനി സാഹചര്യമാണെങ്കിൽ ആ പെണ്ണിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പെണ്ണിന്റെ പിതാവിന് ഇതറിഞ്ഞാല് പൊരുത്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല എന്നറിഞ്ഞാല് ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ ആങ്ങളമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വീട്ടുകാർക്കും താല്പര്യം തന്നെയാണ് മകള് വൈറലാവട്ടെ എന്നാണ്. ഇനി കിസ് ചെയ്തിട്ടോ, ഇനി ഹഗ് ചെയ്തിട്ടോ, ഏതെങ്കിലും രീതിയിൽ പിന്നെ മടിയിൽ തലവെച്ച് കടന്നിട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്റെ മോള് വൈറലാവണം എന്ന് തന്നെയാണ് വീട്ടിലുള്ള ഉപ്പ ആഗ്രഹിക്കുന്നത്, ഉമ്മ ആഗ്രഹിക്കുന്നത്, ജ്യേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നത്, വീട്ടിലുള്ള നാട്ടിലുള്ള കുടുംബക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ചെയ്യും. ഞാൻ ഒരു വേണ്ടാത്തൊരു വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അള്ളാനെക്കാളും പേടി എന്റെ ഉപ്പാനായിരിക്കും, എനിക്ക് എന്റെ റബ്ബിനെക്കാളും പേടി എന്റെ ഉമ്മാനായിരിക്കും. ഇപ്പൊ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാനിടും. ഇതേപോലെ എല്ലാവർക്കും ഇവിടെ അള്ളാഹുവിനെക്കാളും പേടി ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. ഉപ്പറിഞ്ഞാലോ, ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ എല്ലാവരും ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ ഉപ്പറിഞ്ഞാലോ മോശമല്ലേ, ഉമ്മറിഞ്ഞാ മോശമല്ലേ എന്ന പേടി നമുക്ക് ഉണ്ടാവും. നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് തെറ്റ് ചെയ്യും. ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവനാണ് അള്ളാഹു അർശിന്റെ തണൽ നൽകുക. ആ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. ആരും അറിയാത്ത സ്ഥലത്ത്, ഞാനും എന്റെ റബ്ബും മാത്രം കാണുന്ന സ്ഥലത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. അപ്പോഴാണ് അർശിന്റെ തണലിട്ടുക. നമ്മൾ ആരും കാണാത്ത സ്ഥലത്തൊക്കെ തെറ്റ് ചെയ്യും. പിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഉപ്പറിഞ്ഞാല്, ഉമ്മറിഞ്ഞാല് എങ്ങനെ വീട്ടിൽ പോവുക എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവണം. അതുണ്ടാക്കിയത് ഈ മതാണ്, അതുണ്ടാക്കിയത് ഈ ഇസ്ലാം മതാണ്. അത് എടുത്തു മാറ്റലാണ്, ആ ഒരു കമ്മിറ്റ്മെന്റും ബന്ധവും പൊട്ടിത്തെറിപ്പിച്ചു മാറ്റലാണ് ലിബറലിസം ആഗ്രഹിക്കുന്നത്.
അത്തീസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഉമ്മയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്, നിന്റെ ഉപ്പയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? എല്ലാവരും ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരല്പമെങ്കിലും മാന്യന്മാരായി ജീവിക്കുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ടും, ഭാര്യയെ പേടിച്ചിട്ടും, ഭർത്താവിനെ പേടിച്ചിട്ടും, സഹോദരങ്ങളെ പേടിച്ചിട്ടും, പെങ്ങന്മാരെ പേടിച്ചിട്ടും. ഈ ഒരു ബന്ധം നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ, ഈ ഒരു ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഏത് തോന്നിവാസത്തിന് നിങ്ങൾക്ക് അവർ തയ്യാറാണ്. ഫാദർലെസ് അമേരിക്ക എന്നൊരു പുസ്തകം ഇറങ്ങി. എന്താ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ലിവിങ് ടുഗദറിലൂടെ ഉണ്ടാകുന്ന മക്കള്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് കല്യാണം താല്പര്യമില്ലെങ്കിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല. നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിലൊക്കെ. ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ പ്രേമുണ്ട്. എന്നെങ്കിലും പ്രേമം പാടില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾക്ക് 18 വയസ്സായാൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ പറയുമ്പോൾ പെൺമക്കൾ എന്താ പറയുന്നത്? എനിക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട, പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. അവരിങ്ങനെ ചില എക്സ്ക്യൂസുകൾ പറയും, ചില മുടന്ത ന്യായങ്ങൾ പറയും, പഠിച്ചു കഴിയട്ടെ എന്ന്. അപ്പൊ പ്രേമവും പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? 8ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? 10ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മക്കൾ മാറാണ്. ലിവിങ് ടുഗദർ ആവാം. ഇതൊക്കെ അമേരിക്കക്കാരൻ വലിച്ചെറിഞ്ഞ ഡസ്റ്റ്ബിന്നിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ നാറിയ സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മുടെ മക്കൾ കടെടുക്കാൻ. നമ്മുടെ മക്കൾ ഇപ്പൊ തുടങ്ങാണത്. ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. എത്ര വേണമെങ്കിലും തന്റെ കാമുകന്റെ കൂടെ കറങ്ങാൻ, ചെലവഴിക്കുക, റൂം എടുക്കുക, ഒന്നിച്ച് ജീവിക്കുക. എന്നിട്ട് അയാൾക്ക് ഇവളെ മടുത്താൽ വേറൊരാളായിട്ട് അയാൾക്ക് പോവാ. ഇവന് ചിലപ്പോ ഇവൻ ഒഴിവാക്കിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ആണെങ്ങനെയാണ്. അത് പെണ്ണുങ്ങൾ ഇന്നും ഒരു ആണിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ ഇന്നൊരു പെണ്ണിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു നഗ്ന യാഥാർത്ഥ്യം. ഒരു ആണിന്റെ മെന്റാലിറ്റി തിരിച്ചറിയാൻ ഒരു പെണ്ണിന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഒരു പുരുഷനെ സമർപ്പിക്കുക, എല്ലാം അങ്ങോട്ട് തുറന്നു പറയാ, തുറന്നു കൊടുക്കുക, എല്ലാത്തിനും സമ്മതിക്കുക. എന്നിട്ട് ഇവനും അടുപ്പ് വരുമ്പോ ഇവന് പിന്നെ വേറാളെ നോക്കി ഇവളെ ഒഴിവാക്കി വേറാളെ പിന്നാലെ പോകും. അപ്പൊ ഇവളെന്താ ചെയ്യാ? ജീവിതം മൊത്തവും ഒരു ചെറുപ്പക്കാരന് സമർപ്പിച്ച് അവസാനം ഇവളെ തേച്ചു പോകുമ്പോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ എപ്പോഴാ മനസ്സിലാവുക? ഇതൊക്കെ എപ്പോഴാ തിരിയാ? അപ്പൊ ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഇതാരാ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? എത്ര മനോഹരമാണ് വൈവാഹിക ബന്ധങ്ങളൊക്കെ. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചാൽ 75% ഒരാൾ നന്നാവുന്ന. കല്യാണം കഴിക്കലോടുകൂടി 75% ഒരാൾ നന്നാകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. 100% നന്നാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ കല്യാണം കഴിച്ചാൽ 100% നന്നാവും എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെന്നറിയോ? അങ്ങനെ പറഞ്ഞാൽ സദസ്സിലിരിക്കുന്ന ചില ആളെന്നെ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ട് നന്നായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പറയും. 75% ആൾ നന്നാവും. എല്ലാവരും നന്നായിക്കൊള്ളുന്നില്ല. 75% ഒരാൾ നന്നാവും. പിന്നെ ഒരു 25% ഉണ്ട്. അതെങ്ങനെയാ നന്നാവ? പെണ്ണ് ആണിനെ സെലക്ട് ചെയ്യുമ്പോൾ ദീനുള്ള ചെറുപ്പക്കാരനെ നോക്കണം. ആണ് പെണ്ണിനെ നോക്കുമ്പോൾ ഒരു ദീനുള്ള പെണ്ണിനെ നോക്കണം. അങ്ങനെ രണ്ടുപേരും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായാൽ, രണ്ടുപേർക്കും കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവണം. രണ്ടുപേർക്കും ദീനുണ്ടായാൽ ആ 75% 100%ത്തിലേക്ക് നീങ്ങും. അങ്ങനെ രണ്ടുപേരും നല്ലവനായി മാറും. കല്യാണം കഴിച്ചാൽ 3/2 ഭാഗം ഒരാൾ നന്നാകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് വേഗം കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കക്കാരന്റെ ഫാദർലെസ് അമേരിക്ക പോലെ പിതാവാരെന്നറിയാതിരിക്കുമ്പോ, പിതാവില്ലാതിരിക്കുമ്പോഴാണ് മക്കള് തോന്നിവാസിയായിട്ട് മാറുക. പിതാവാരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ മക്കള് തോന്നിവാസിയായി മാറും. അതിന്റെ എല്ലാ ആഘാതങ്ങളും അമേരിക്ക അനുഭവിച്ചതാണ്. പിതാവാരെന്നറിയാതെ ഒരുപാട് ലിവിങ് ടുഗദർ. ആ ലിവിങ് ടുഗദറിലൂടെ മക്കളുണ്ടാകും. മക്കളുണ്ടായാൽ ഇയാൾ ഇട്ടേച്ചു പോകും. പിന്നെ വേറൊരു കാമുകന്റെ കൂടെ ആയിരിക്കും. ഈ കളിക്കാരെ തന്നെ കണ്ടാൽ മതി. വലിയ വലിയ അറിയപ്പെടുന്ന കളിക്കാരെ തന്നെ കണ്ടാൽ മതി. ഇന്ത്യയിലടക്കം, ഇന്ത്യയിലും യൂറോപ്പിലുമുള്ള കളിക്കാരൊക്കെ ഒരൽപ്പകാലം കാമുകി എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടാകും. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വേറെയും കുറെ ഉണ്ടാകും. ഈ കാമുകിയുമായി തെറ്റിയാൽ പിന്നെ അടുത്ത വേറൊരു കാമുകിയാണ്. എല്ലാം ലിവിങ് ടുഗദർ ആണ്. ഒരുപക്ഷെ അതിന് മക്കളുണ്ടാകും. ആ മക്കൾക്ക് പിന്നെ പിതാവാരാണെന്നറിയില്ല. ഇവരുടെ കൂടെ വേറെയും ആളുകൾ ലിവിങ് ടുഗദറായി കൂടെ ജീവിക്കും. അങ്ങനെ പിതാവാരാണെന്നറിയാത്ത മക്കൾ ഇവിടെ ഉണ്ടായാൽ, ജാരസന്തതികൾ ഉണ്ടായാൽ തോന്നിവാസങ്ങൾ ഒരുപാടുണ്ടാകും. കാരണം ഉപ്പയില്ല, ചോദിക്കാൻ ആളില്ല, പേടിക്കാൻ ആളില്ല, റെസ്പെക്ട് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് തന്നെ തോന്നിവാസങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ ഒരല്പമെങ്കിലും ഒരു പരിധിയോടെ മാന്യമായി ജീവിക്കുന്നത് ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ള ആ ബഹുമതി വെച്ചിട്ടാണ്. അല്ലാന്നൊന്നും പറയണ്ട, അള്ളാനെ പേടിച്ചിട്ടാണെന്നൊന്നും പറയണ്ട.
അള്ളാനെ പേടിക്കണം, പേടിക്കണ്ടെന്നല്ല, അള്ളാനെ പേടിക്കണം. പക്ഷെ അള്ളാനെ പേടിച്ചിട്ടാണ് നമ്മളൊന്നും തെറ്റ് ചെയ്യാത്തത് എന്ന് പറയണ്ട. അത് നമുക്ക് പറയാം, അള്ളാഹ് അറിയാലോ നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റു ചെയ്യാതിരിക്കാനും കഴിവുണ്ടെങ്കിൽ അവൻ അള്ളാനെ പേടിച്ച് തെറ്റ് ചെയ്യാത്തവനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒറ്റയ്ക്കാണ്, 5G സംവിധാനങ്ങളുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, ഒരു മുറിയിലാണ് നിങ്ങൾക്കൊരു കാമുകയുണ്ട്, വിളിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോകൾ കാണാൻ തോന്നുന്നില്ല. നിങ്ങളും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തകപ്പെട്ടു, ആരും അറിയില്ല, ആരും കാണൂല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ആ പെണ്ണിനെ തൊടാൻ താല്പര്യം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച ഒരാൾ തൊടുന്നില്ലെങ്കിൽ, ആ പെണ്ണിന്റെ സമ്മതമുണ്ട് എന്നിട്ടും ഒരാൾ തൊടുന്നില്ലെങ്കിൽ, അതാണ് അള്ളാഹിനെ പേടി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നാട്ടാരെ പേടിയാ. ഒരു പെണ്ണിനോട് ഒരാൾക്ക് അട്രാക്ഷൻ തോന്നി, വൈകാരികമായ താല്പര്യം തോന്നി, എന്തേ ടച്ച് ചെയ്യുന്നില്ല, എന്തേ സ്പർശിക്കുന്നില്ല, അത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പെണ്ണും കൂടി സമ്മതിച്ചു, ആരും കാണാത്ത സാഹചര്യങ്ങളുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിനെ പേടിച്ച് ഞാനില്ല, ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറയുമ്പോ അതാണ് അള്ളാഹുവിനെ പേടി. അതല്ലാതെ ആളുകളൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല, നാട്ടാരെ പേടിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദീനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുടുംബ ബന്ധം ഇവിടെ നിലനിൽക്കണമെന്നാണ് ദീൻ പറയുന്നത്. കുടുംബ ബന്ധം നിലനിൽക്കണമെന്ന് പറയുന്നത് മാതാവിനോടുള്ള ബന്ധം, പിതാവിനോടുള്ള ബന്ധം, ജ്യേഷ്ഠന്മാർ, പിതാവിന്റെ അനുജൻ പിതാവാണ്, പിതാവിന്റെ ജ്യേഷ്ഠൻ പിതാവാണ്, ഉമ്മയുടെ അനുജത്തി ഉമ്മയാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉമ്മയാണ്. അങ്ങനെ ഒരു ബന്ധം പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തി തന്നത് തെറ്റിലേക്ക് മനുഷ്യന്മാരെ പേടിച്ചിട്ടെങ്കിലും ആളുകൾ തെറ്റിലേക്ക് പോവാതിരിക്കാൻ തന്നെയാണ്. അല്ല, വേറൊന്നുമില്ല. 18 വയസ്സായാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ജീവിച്ചൂടെ? ഉപ്പാന്റെ ആവശ്യമില്ല, ഉമ്മാന്റെ ആവശ്യമില്ല. പക്ഷെ എന്തിനാണ്? എന്നാലും മരിക്കുന്നത് വരെ വയസ്സായ ഒരു മാതാവും ഒരു പിതാവും നിങ്ങൾക്കുണ്ട്. ആ പിതാവ് 60 വയസ്സായിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തൂല എന്ന് നബി തങ്ങൾ പറഞ്ഞതെന്തുകൊണ്ടാ? 60 വയസ്സായാലും നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ ആശ്രയിക്കണം, ഒറ്റയ്ക്ക് പോയി ജീവിക്കണ്ട എന്ന് സൂചിപ്പിക്കാനാ. 60 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അനുസരിക്കണം, പിതാവിനെ ആശ്രയിക്കണം, പിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ആ പിതാവിനെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കേണ്ടവരല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു പുരുഷൻ ജനിക്കുമ്പോ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോ എന്റെ ഒരു 20% ബുദ്ധിയുമായിട്ട് മാത്രം മനുഷ്യൻ ജനിക്കുന്നത്? ഒരു മനുഷ്യൻ പ്രസവിക്കുമ്പോ, ഒരു മനുഷ്യക്കുട്ടി പ്രസവിക്കുമ്പോ അവന് മനുഷ്യത്വം 20% ഉള്ളൂ. എന്നാൽ ഒരു പശുക്കുട്ടി പ്രസവിക്കുമ്പോ 80% പശുക്കുട്ടിയായിട്ടാണ് ആ കുട്ടി പ്രസവിക്കുന്നത്. അറിയോ? അത് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, നമ്മളൊരു ഭാര്യയെ പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്, ചെറിയ 2 മാസം 3 മാസം പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ മുമ്പിൽ അവൻ തന്നെ കാഷ്ടിച്ച ഒരു കാഷ്ടം മുമ്പിൽ വെച്ചു, കുറച്ച് പാല് വെച്ചു, കുറച്ച് ബിസ്ക്കറ്റ് വെച്ചു. അവന് എന്തൊക്കെ കഴിക്കും? കുട്ടി എന്തൊക്കെ കഴിക്കും? കാഷ്ടം കഴിക്കില്ലേ? കഴിക്കില്ലേ? പാലും കുടിക്കും, കാഷ്ടം കഴിക്കും. ഇന്ന് വെച്ചില്ലെങ്കിൽ സ്വന്തം കാഷ്ടിച്ചിട്ട് അതിങ്ങനെ കൈകൊണ്ട് പത്തിരി പോലെ പരത്തിയിട്ട് അതും കഴിക്കും നമ്മുടെ കുട്ടികൾ. എന്നാൽ ഒരു പശു, ഒരു പൂച്ച, ഒരു നായ, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ആ പശുക്കുട്ടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ മുന്നിൽ ആ പൂച്ചക്കുട്ടിയുടെ കാഷ്ടം വെക്കുക, പാലും വെക്കുക. പൂച്ചക്കുട്ടി ആ കാഷ്ടം മണത്ത് അത് കഴിക്കാതെ പാല് മാത്രമേ കുടിക്കുള്ളൂ. അതിന്റെ കാഷ്ടം കഴിക്കില്ല. പശുക്കുട്ടി കഴിക്കില്ല, അതിന്റെ കാഷ്ടം കഴിക്കില്ല. ചാണകം പശുക്കുട്ടി കഴിക്കില്ല. ആ മണത്തിട്ട് പുല്ലേ കഴിക്കുള്ളൂ. മനുഷ്യക്കുട്ടി അങ്ങനെയല്ല. മനുഷ്യക്കുട്ടിന്റെ മുമ്പിൽ സ്വന്തം കാഷ്ടം വെച്ചാൽ ആ കാഷ്ടം മനുഷ്യക്കുട്ടി കഴിക്കും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പരിപൂർണമായിട്ടല്ല ജനിക്കേണ്ടത്, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭാര്യ പ്രസവിച്ചിട്ട് കുട്ടി അവിടെ ഉണ്ടാവും. ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പാൽ കുടിക്കാൻ കഴിയും? ആ കുട്ടി ഇങ്ങനെ തെരഞ്ഞ് തപ്പി വന്നിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാൽ കുടിക്കോ? നമ്മൾ മാറിടത്തിലേക്ക് ചേർത്ത് വെക്കണ്ടേ കുട്ടിയെ? എന്നാൽ ഒരു പശു എന്ത് ചെയ്യുന്നുണ്ട്? പ്രസവിച്ച ഉടനെ വാന്ന് പറഞ്ഞിട്ട് അകിടിലേക്ക് കൊണ്ടുപോയിട്ട് എന്റെ തല വെച്ച് കൊടുക്കാണോ? അത് തന്നെ നടന്ന് തെരഞ്ഞു പിടിച്ച് അത് തന്നെ കുടിക്കാൻ. സെൽഫ് സഫീഷ്യന്റ് ആയിട്ടാണ് ജനിക്കുന്നത് ഒരു പശുക്കുട്ടി. എന്നാൽ മനുഷ്യന്മാർ അങ്ങനെയല്ല, നമ്മൾ ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ടവരാണ്. അത് എത്ര വയസ്സുവരെ? ഒരു 13 വയസ്സുവരെയൊക്കെ
മാതാവിന്റെ പിതാവിന്റെ സഹായം ഇല്ലാതെ ഒരു മനുഷ്യ കുഞ്ഞിന് വളരാൻ കഴിയില്ല. എന്നാൽ ഒരു പശുക്കുട്ടിക്ക് ഒരു ദിവസം പോലും അമ്മയുടെ സഹായം വേണ്ട ജീവിക്കാൻ കഴിയും. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ പരസ്പരം ഉമ്മയോട് ഉപ്പയോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല എന്നൊരു ആശയാണ് ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞിരുന്നത്, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരോട് ഈ ബന്ധം നിലനിൽക്കണം, ഈ കുടുംബ ബന്ധം നിലനിൽക്കണം. ഉപ്പ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം. ഉമ്മ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം ഇവിടെ നിലനിൽക്കണം. അല്ലെ, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ മാതാവിനെ റെസ്പെക്ട് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ മാതാവിനൊക്കെ വലിച്ചെറിയും ഉമ്മ. ഇവരൊക്കെ പറഞ്ഞതുപോലെ കാമുകിയായ തന്റെ കാമുകിക്ക് വേണ്ടി ഒരു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയിട്ട് പെണ്ണും ഇറങ്ങിപ്പോയിട്ട് സ്വന്തം മാതാവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ എല്ലാരും കുറ്റപ്പെടുത്തിയാൽ വൃദ്ധയായ ഉമ്മമാരെ ആരാ ഇവിടെ നോക്കുക? വൃദ്ധയായ ഉപ്പമാരെ ആരാ ഇവിടെ നോക്കുക? അതൊക്കെ നോക്കണ്ടേ? അവരൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കപ്പെടേണ്ടവരാണോ? പ്രിയപ്പെട്ടവരെ, അപ്പൊ സ്വന്തം മാതാവിനെ അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് പരിശുദ്ധമായ സ്വർഗത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദുനിയാവിൽ നിങ്ങൾ മാതാവിനെ അനുസരിക്കണം, അത് മരിക്കുന്നത് വരെ തുടരണം എന്ന് അള്ളാഹുവിന്റെ ഹബീബും അള്ളാഹുവിന്റെ ദീനും പഠിപ്പിക്കുന്നത് ഈ ഒരു ബന്ധമുണ്ടാവാനാണ്. അപ്പോ കല്യാണങ്ങൾ നേരത്തെ നടക്കണം, ലിവിങ് ടുഗദർ അല്ല. അപ്പൊ അത്തരം പെൺകുട്ടികൾ നമ്മുടെ മക്കളൊക്കെ കല്യാണം ഇപ്പൊ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരുടെ പ്രണയവും അവരുടെ പ്രേമവും അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവണം. ലിവിങ് ടുഗദറും അവസാനിപ്പിക്കാൻ തയ്യാറാവണം. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഒരു ലവും വേണ്ട, ഒരു പ്രണയം വേണ്ട, ഒരു ഗേൾ ഫ്രണ്ടും വേണ്ട. ഇസ്ലാമിൽ അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സംവിധാനം ഇസ്ലാമിലില്ല. ആരാതൊക്കെ പഠിപ്പിച്ചത്? ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം ചില ആളുകൾ പറയും അതിന്റെ ബോയ് ഫ്രണ്ട് ആണ്. നമുക്ക് അങ്ങനൊന്നുമില്ല, അത് ബോയ് ഫ്രണ്ട് ആണ്. ഒരുപക്ഷെ പെണ്ണിന് ബോയ് ഫ്രണ്ട് ആവാം. ഈ ബോയ് ഫ്രണ്ടിന്റെ മനസ്സിൽ അവസരം കിട്ടിയാൽ വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്തൊരു ബോയ് ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് ദീനൊന്നുമല്ല, ഇത് സയൻസാ ഞാൻ പറയുന്നത്. ഇത് ദീനൊന്നുമില്ല, സയൻസാ ഞാൻ പറയുന്നത്, ബയോളജിയാ ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ബോയ് ഫ്രണ്ടിനോട് വൈകാരികമായ ഒരു താല്പര്യം ഉണ്ടാവില്ല. മടിയിലിരുന്ന അവരെ പെണ്ണിന് ചിലപ്പോൾ വൈകാരികമായ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന 100%, 99 പോലും ഞാൻ ആക്കുന്നില്ല, 100% ബോയ് ഫ്രണ്ട് ആണെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ബ്രദേഴ്സിനെ പോലെ കാണുന്ന നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അവസരം കിട്ടിയാൽ മിസ്യൂസ് ചെയ്യും. അവസരം കിട്ടിയാൽ മിസ്യൂസ് ചെയ്യും. ചെറുപ്പക്കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, മിസ്യൂസ് ചെയ്യും. ഇത് ബയോളജിക്കലി പ്രൂവ്ഡ് ആണ്. അള്ളാഹുവിന്റെ ദീനും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആണിന്റെ സൈക്കോളജി എന്താണ്, മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്തതിന്റെ പ്രശ്നമാണത്. ഏതായാലും വൈറലാവാനുള്ള അമിതമായ അള്ളാഹുവിനെ മറന്നുള്ള ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ എപ്പോഴാ ശ്രമിക്കുക? അന്ന് നമ്മൾ പാട്ട് പാടുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ പേരിലൊക്കെ പാട്ട് പാടി ഡാൻസ് ചെയ്യുക, അല്ലെ? ഇതൊക്കെ എത്ര മോശം. നമ്മുടെ പെൺകുട്ടികൾ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി എന്നങ്ങനെ പാട്ട് പാടി നൃത്തം ചെയ്യുക, കൂളിംഗ് ഗ്ലാസ് വെക്കുക, ഹിജാബ് ധരിക്കുക, എന്നിട്ട് നൃത്തം ചെയ്തിട്ട് അതിങ്ങനെ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ പെൺകുട്ടികൾ ഇതൊക്കെ എന്തിന്? ഇതൊക്കെ വൈറലാവാനാണ്. ആ വൈറലാവാൻ വേണ്ടി ഡാൻസ് ചെയ്യുമ്പോ മലയാളം അറിയുന്ന പെൺകുട്ടികളല്ലേ നിങ്ങൾ ആരെ കുറിച്ചായി പാടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചാടി മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പാടുമ്പോ നമ്മുടെ പെൺകുട്ടികൾ ടീഷർട്ടും ജീനും ഹിജാബും കണ്ണടക്കെ ധരിച്ച് ഇങ്ങനെ ആടാണ്, പാടാണ്, തുള്ളാണ്, ചാടാണ്, നൃത്തം ചെയ്യാണ്. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത്ര ആൾ ലൈക്ക് അടിച്ചു, വൈകുന്നേരം ആകുമ്പോ 1000 ആളായി മാഷാ അല്ലാ, പിറ്റേ ദിവസം കൊണ്ട് നോക്കി 1500 മാഷാ അല്ലാ, എന്നാ പിന്നെ ഇതിനേക്കാൾ ഉഷാറായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ വൈറലാവാനുള്ള അമിതമായ താല്പര്യമാണ് ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്തിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ആണിന്റെ ഒരു പെണ്ണിന്റെ പതിവ്രത എന്ന് പറയുന്നത്
ഒരു പെണ്ണിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്, പ്രൗഢി എന്ന് പറയുന്നത് ലജ്ജയാണ്, നാണമാണ്. ആ നാണം എടുത്തു കളഞ്ഞാൽ പെണ്ണ് പെണ്ണല്ലാതെയായി മാറും. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, ഞാൻ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റത്തെയാണ് കുറ്റം പറയുന്നത്. കാലം എന്റർടൈൻമെന്റിലേക്ക് വിളിച്ചാൽ എന്റർടൈൻമെന്റിലേക്ക് പോകുന്ന മെന്റാലിറ്റിയാണ് എന്റെയും നിങ്ങളുടേതും. ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയുന്നത്, ഞാനൊക്കെ അതിൽ പ്രതി തന്നെയാണ്. നിങ്ങളൊക്കെ കുറ്റം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാനോ ഞാൻ എസ്കേപ്പ് ആവാനോ വേണ്ടി ഞാൻ പറയുന്ന കാര്യമില്ല. എന്റെയും നിങ്ങളുടെയും മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിനോട് താല്പര്യമുള്ള മനസ്സാണ്, ആസ്വാദനങ്ങളോട് താല്പര്യമുള്ള മനസ്സാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ്. അപ്പൊ ഇങ്ങനെ ഒരു മനസ്സാണ് അള്ളാഹു നമ്മൾക്ക് തന്നത്. ആ മനസ്സിനെ വശീകരിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ അത്തീസ്റ്റുകളും നവനാസ്തികരും സ്വതന്ത്ര ചിന്താഗതിക്കാരൊക്കെ കാത്തിരിക്കുകയാണ്. ഉമ്മയോടുള്ള ബന്ധമെല്ലാം മുറിച്ചു മാറ്റിയിട്ട് നീ ഒറ്റയ്ക്കാണ്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക്. എത്രമാത്രം വിഡ്ഢിത്തമാണ്! ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമുള്ള ആശയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മൈ ബോഡി മൈ ചോയ്സ്. ഇന്നലെ ഖുതുബോതുമ്പോ നമ്മളെ മൈക്ക മറ്റ മൈക്കാണ്, ഈ ഹെഡ്ഫോൺ മൈക്കാണ് നിസ്കാരത്തിൽ ദുആക്കൊക്കെ. ആ മൈക്ക് കൊണ്ടുള്ള പ്രശ്നം എന്താ? ഈ മൈക്കാണെങ്കിൽ എനിക്ക് തുമ്മണം തോന്നിയാല്, തുമ്മ മുട്ടിയാൽ എനിക്ക് എന്റെ തുമ്മനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയും? തുമ്മ മുട്ടിയാൽ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും? നമുക്ക് കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ എന്നാൽ ഈ മൈക്ക് വെച്ചിട്ട് നമ്മൾ തുമ്മൽ എങ്ങനെ? നിസ്കാരത്തിൽ തുമ്മ മുട്ടിയാൽ പള്ളിയിൽ ബോംബ് പൊട്ടിച്ച പോലെ സൗണ്ട് ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല മൈക്ക് താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ച് തുമ്മ. അതുപോലും എന്നോട് നിസ്കാരത്തിന് ഒരാൾ പറഞ്ഞു, നിങ്ങൾ തുമ്മൽ കേട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിയന്ത്രിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു. എന്റെ തുമ്മല് നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എത്ര ദുർബലനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇമാമായി നിന്ന് നേതൃത്വം നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ തുമ്മൽ കൊണ്ടവർക്ക് ഒച്ചപ്പാടുണ്ടായാലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. അപ്പൊ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ തുമ്മലുണ്ടായി. ആ ശബ്ദം മൈക്കിലൂടെ പള്ളി നിറയെ ഒരു പെരുമ്പറ മുഴങ്ങി. അപ്പൊ ഞാൻ എത്ര ബലഹീനനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് നമ്മുടെ പെൺകുട്ടികൾ പറയാണ് മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റേതാണ്, ഞാൻ തീരുമാനിക്കും. സ്വന്തം തുമ്മൽ പോലും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മനസ്സിലായി? സ്വന്തം തുമ്മൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചൂട് വെള്ളം കയ്യിൽ പിടിച്ചിങ്ങനെ പോവാ. ചൂട് വെള്ളം കയ്യിൽ പിടിച്ചിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് തുമ്മ മുട്ടി, തുമ്മി കയ്യിൽ നിന്ന് ചൂട് വെള്ളം തെറിച്ച് മേത്തേക്ക് കായി അതിങ്ങനെ ക്ലാസ് പൊട്ടിത്തെറിച്ച്. ഇതുപോലും നിയന്ത്രിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിയില്ല, ഈ ആൺകുട്ടിക്ക് കഴിയില്ല. എന്നിട്ട് ഇവിടെ പറയാം മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റേതാണ്, ഞാൻ തീരുമാനിക്കും. എന്ത് ഡ്രസ്സ് ധരിക്കണം, ആരെ പാർട്ട്ണറായി സ്വീകരിക്കണം, ആരുടെ കൂടെ സെക്സ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. മൈ ബോഡി മൈ ചോയ്സ്. ഇതൊക്കെ പെൺകുട്ടികളെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ്. ലോകം നിങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ്. പരസ്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ, ട്യൂസ്ഡേ വിത്ത് മോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ട്യൂസ്ഡേ വിത്ത് മോറി വളരെ മനോഹരമായ പുസ്തകം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. മോറി ഷോർട്സ് എന്ന് പറയുന്ന പ്രൊഫസർ തന്റെ ശിഷ്യനായ മിച്ച് ആൽബം എന്ന് പറയുന്ന ശിഷ്യനുമായിട്ട് 14 ആഴ്ചകളിൽ നടത്തുന്ന ഒരു അഭിമുഖമാണ്, സംസാരമാണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരസ്യങ്ങൾ നമ്മളെ പറ്റിക്കുകയാണ്, പരസ്യങ്ങളൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്. ഈ ജീന് ധരിച്ചാൽ, ഈ ടീഷർട്ട് ധരിച്ചാൽ നീ ഒരു സെക്സി ലുക്ക് ഉണ്ടാകും എന്ന് പരസ്യങ്ങൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ധരിക്കും, നമ്മൾ റിയാലിറ്റി ദുൽഖർ സൽമാനൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാവും. ലാസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്? ധരിച്ചു നോക്കുമ്പോൾ നമ്മളൊരു പേര് പറഞ്ഞില്ല, പിന്നെ ഇറങ്ങി ഇൻസൾട്ട് ആക്കിയെന്ന് വേണ്ട അല്ലേ? പരസ്യങ്ങൾ എങ്ങനെ പറയാം? നീ ധരിച്ച എങ്ങനെ ഉണ്ടാവും? ദുൽഖർ സൽമാൻ ആയിരിക്കും ആ വയ്യോസ് പോളാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ LVയുടെയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പരസ്യം കാണുമ്പോൾ അവർ ഭയങ്കര മുഞ്ചുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അതേപോലെ ആകും. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഉണക്ക് ചാവാലി പശുവിനെ പോലെ. അപ്പൊ അദ്ദേഹം പറയാണ്, പരസ്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കാണ്. നീ ഡിസൈഡ് ചെയ്യണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. ഒരു ഫെറാരി കാർ, ഒരു ഫെറാരി, ഒരു സ്വിഫ്റ്റ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫെറാരി എന്നുള്ളത് വാണ്ടാണ്, സ്വിഫ്റ്റ് എന്നുള്ളത് നീഡാണ്. വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചോറ് എന്നുള്ളത് നീഡാണ്, ചോക്ലേറ്റ് എന്നുള്ളത് വാണ്ടാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കാനുള്ള കുപ്പായം നീഡാണ്, 10,000 കുപ്പായം വാണ്ടാണ്.
വാണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. ഇപ്പം വലിയൊരു മുതലാളി കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഒരു പാവപ്പെട്ടവൻ അതുപോലെ കല്യാണം കഴിച്ചാൽ അത് അവന്റെ അത്യാഗ്രഹമാണ്. അവന്റെ നീഡ് എന്താ? ഒരു കല്യാണം നടക്കണം, അത് 10,000 50,000 1 ലക്ഷം ചെലവഴിച്ചിട്ട് ഒരു സാധാരണ കല്യാണം, അതവന്റെ നീഡാണ്. അപ്പൊ നീ മനസ്സിലാക്കണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. നിന്റെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെലവഴിക്കണം. നീ ലുക്കിംഗ് ലൈക്ക് എ സെക്സി ഗേൾ അല്ലെങ്കിൽ സെക്സി മാൻ എന്നൊക്കെ പറഞ്ഞാല് ആ ജീന് 10,000 കൊടുത്ത് നീ വാങ്ങണ്ട, അതിന്റെ ആവശ്യമില്ല. നിന്റെ ആവശ്യം നീ കഴിക്കുക. അതേപോലെ ഉച്ചയ്ക്ക് നന്നായി വിശക്കുമ്പോ ചോറ് കഴിക്കാന്നുള്ളത്, മീൽസ് കഴിക്കാന്നുള്ളത് നിന്റെ ആവശ്യം, നീ കഴിക്കണം. അതേസമയം അപ്പുറത്ത് പോയിട്ട് ഫലൂദ കഴിക്കാന്നുള്ളത് നിന്റെ വാണ്ടാണ്, നിന്റെ ആഗ്രഹമാണ്, അത് ഒഴിവാക്കണം. അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ ഒഴിവാക്കി നിന്റെ ആവശ്യങ്ങളിലേക്ക് നീ മാറണമെന്ന് പറയുന്നുണ്ട്. സൺസ്ക്രീന് യൂസ് ചെയ്യാന്നുള്ളത് നീഡല്ല. ഇപ്പൊ നമ്മളെ മുമ്പുള്ള ആളൊന്നും സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല. ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഫൗണ്ടേഷൻ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. ലിപ്സ്റ്റിക് ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. ഐലൈനർ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. മോയ്സ്ചറൈസർ ഉപയോഗിക്കാന്നുള്ളത് നീഡല്ല. നമ്മുടെ തലമുറയൊന്നും അങ്ങനെ ഉപയോഗിച്ച് വന്നവരുമില്ല. പക്ഷെ ഇന്നൊരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ കാണിച്ചേരി. ഫൗണ്ടേഷൻ ഉപയോഗിക്കാതെ പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ കാണിച്ചേരി. മിനിമം ഒരു 5,000 രൂപയ്ക്ക് ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ ചെലവുണ്ട്. മുടി സ്ട്രൈറ്റനിങ് ചെയ്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി മുടി ഷാളിന്റെ അകത്ത് മറച്ചു വെച്ച് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചോദിച്ച സമ്മാനം തരും. മുടി സ്ട്രൈറ്റനിങ് ചെയ്ത, സ്മൂത്തനിങ് ചെയ്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി ഷാളിന്റെ മറയത്ത്, ഹിജാബിന്റെ മറയത്ത് മുടി മറച്ച് ഒരു തെല്ല് പോലും, ഒരു തരി പോലും മുടി കാണിക്കാതെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചത് ഞാൻ. അപ്പൊ ഇത്രയൊക്കെ 10,000 രൂപ കൊടുത്തിട്ട് സ്ട്രൈറ്റനിങ് നടത്തി, അയണിങ് ചെയ്ത്, സ്മൂത്തനിങ് ചെയ്ത്, അതിനുപയോഗിക്കുന്ന കണ്ടീഷണറിന് പോലും 2,000 മുകളിൽ റേറ്റ് ആണ്. 2,000 കണ്ടീഷണർ, 2,000 ഷാമ്പ്, അത് കഴിഞ്ഞ് അത് ഉപയോഗിക്കാനുള്ള അതിന്റെ ഒരു വെറ്റ്നെസ് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സിറമുകള്, ആ സിറമിനും 1000. ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇത്രയൊക്കെ ചെലവഴിച്ചിട്ട് ഇതിനൊരു ഹിജാബിന്റെ ഉള്ളിൽ കെട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞ എന്നെ കിട്ടൂല. ഇതാണ് നമ്മുടെ പെൺകുട്ടികളുടെ ആശയം. എന്നെ കിട്ടൂല. അപ്പൊ ഇത്രയൊക്കെ ചാനത്തിന് ചെലവഴിച്ച് പുറത്ത് കാണിക്കണം. നമ്മളെന്തിനാ വീടെടുക്കുന്നത്? നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നാട്ടാരെ കാണിക്കാനാണ്. അല്ലേ? അല്ല എന്ന് പറ. നമ്മളെന്തിനാ വലിയ വീട് എടുക്കുന്നു? 20,000 സ്ക്വയർ ഫീറ്റ് വീട് എന്തിനാ നമ്മൾ എടുക്കുന്നു? നാട്ടാരെ കാണിക്കാൻ. നമ്മൾക്കാണെങ്കിൽ ഒരു ചെറിയ 3,000-4,000 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് മതിയാകും. പക്ഷെ നാട്ടാരെ കാണിക്കണം. നമ്മളെന്തിനാ വലിയ വണ്ടി എടുക്കുന്നത്? നാട്ടാരെ കാണിക്കാനാണ്. നമ്മൾക്കാണെങ്കിൽ ഒരു ബെൻസൊക്കെ മതിയാകും. എത്ര ആവശ്യം പൈസക്കാരനാണെങ്കിൽ ഒരു ബെൻസൊക്കെ മതിയാകും. റോൾസ് റോയ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കണം? ഞാൻ എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. 20,000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ 40,000 സ്ക്വയർ ഫീറ്റ് വീട്, 15,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് എന്തിനാണ്? ചിലപ്പോൾ നമ്മൾ അവിടെ നടന്നു പോലും എത്തൂല. ഒരു മാസത്തിൽ പോലും ആ വീടിന്റെ മുഴുവനും നടക്കാൻ കഴിയൂല. പക്ഷെ എന്തിനാണ്? നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ ചെയ്താൽ ജനങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്,